അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറാക്കാം. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സാൻഡ്വിച്ച്. അപ്പോൾ സാൻഡ്വിച്ചിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 100 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്ക് പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല കേട്ടോ, കുറച്ച് കൂട്ടിയോ അല്ലെങ്കിൽ കുറച്ചൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ബോൺലെസ് ചിക്കനായിട്ടോ എടുത്തുള്ളത്. എല്ലുള്ള ചിക്കൻ എടുത്തിട്ട് വേവിച്ചിട്ട് അതിൻ്റെ എല്ല് മാറ്റിയെടുത്താലും മതി. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ചിക്കന് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. എല്ലൊന്നുമില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് ഒരു വിസിൽ വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ വെന്ത് വന്ന ശേഷം ഇതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്ന് ബാക്കിയുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കന് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടോ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ വേവിച്ചെടുത്തിട്ട് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കുറച്ചും കൂടി വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പോളം ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടി കുറവ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ കുക്കുംബറും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ട കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ട ഫില്ലിങ് റെഡിയായി. ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. മയോണൈസ് കുറവുണ്ടെങ്കിൽ മയോണൈസും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ 3 ടേബിൾ സ്പൂൺ മയോണൈസ് തന്നെ ചേർത്തിട്ടുള്ളൂ, പിന്നെ ചേർത്തിട്ടില്ല. കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചേർത്തുള്ള വെജിറ്റബിൾസിലൊക്കെ അത്യാവശ്യം നനവുണ്ടാവും. നനവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാൻഡ്വിച്ച് തയ്യാറാക്കിയിട്ട് വെക്കുന്ന സമയത്ത് ബ്രെഡൊക്കെ പെട്ടെന്ന് കുതിർന്ന പോലെ ആയിപ്പോവും. ഇനി നമുക്ക് സാൻഡ്വിച്ചിന് വേണ്ട ബ്രെഡ് എടുത്തിട്ട് 2 സൈഡിലും കുറച്ച് ബട്ടർ തടവി കൊടുത്തിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ 2 സൈഡിലും നന്നായിട്ട് ബട്ടർ തേച്ചിട്ട് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാന് ചൂടാക്കിയ ശേഷം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ടോസ്റ്റ് ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം. ചെറുതായിട്ടൊന്ന് ബട്ടർ പുരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം. ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ച് കട്ടിയിൽ പുരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം മസാല ഇതിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.